സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കട്ടെ. ഒരു വചനം വായിച്ച് അല്പസമയം പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിക്കാം. സങ്കീർത്തനം 143 വാക്യം 8. രാവിലെ അങ്ങയുടെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. എൻ്റെ ഉള്ളം നിങ്കലേക്ക് ഉയർത്തുന്നുവല്ലോ. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 143 സങ്കീർത്തനത്തിൽ 8 വാക്യത്തിൽ ദാവീദിൻ്റെ യാചനയാണ് നാം കാണുന്നത്. ദാവീദിൻ്റെ ദൈവത്തോടുള്ള അപേക്ഷയാണ് നാം കാണുന്നത്. ദാവീദിൻ്റെ പ്രഭാത പ്രാർത്ഥനയാണ് നാം കാണുന്നത്. ദാവീദിന് ദൈവവുമായി ആഴമായ ബന്ധമുണ്ടായിരുന്നു. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ദൈവസന്നിധിയിൽ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഒരു ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ദാവീദ്. തനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടുവോ അപ്പോഴൊക്കെ ദാവീദ് ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചത് ദൈവസന്നിധിയിലായിരുന്നു. ഇവിടുത്തെ പശ്ചാത്തലമായി അഥവാ 143 സങ്കീർത്തനം ദാവീദ് എഴുതുവാനുള്ള പശ്ചാത്തലമായി നാം കാണുന്നത് അബ്ശലോമിൻ്റെ മത്സരകാലത്ത് എഴുതപ്പെട്ടു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ദാവീദിൻ്റെ മകനായ അബ്ശലോം മരണപ്പെട്ടു. ഒരുപക്ഷെ അബ്ശലോമിൻ്റെ മരണം ദാവീദിനെ തളർത്തിയിരിക്കാം. അതുകൊണ്ടാകാം അവൻ ദൈവത്തിൻ്റെ കരുണയ്ക്കായി, സഹനത്തിനായി അഥവാ സഹനശക്തിക്കായി പ്രാർത്ഥിക്കുന്നത്. അബ്ശാലോം ദാവീദിനോട് മത്സരിച്ച് അവൻ്റെ സിംഹാസനം കൈവശമാക്കുവാൻ പരിശ്രമിച്ചെങ്കിലും ദാവീദിന് അബ്ശാലോം സ്വന്തം മകനാണ്. അവൻ മരിക്കണമെന്ന് ഒരിക്കലും ദാവീദ് ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അരുതാത്തത്, അനിഷ്ടമായത്, ആഗ്രഹിക്കാത്തത്, പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു. അബ്ശാലോം കൊല്ലപ്പെട്ടു. ഇതറിഞ്ഞ ദാവീദ് ദൈവസന്നിധിയിൽ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രഭാതത്തിൽ നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. കാരണം ഓരോ ദിവസത്തിൻ്റെ പ്രഭാതവും നമുക്ക് ദൈവത്തിൻ്റെ സഹായം അത്യാവശ്യമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ നമ്മുടെ ബുദ്ധി, നമ്മുടെ ജ്ഞാനം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ പ്രയത്നങ്ങൾ, ഇതിലൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾ ചെയ്തു തീർക്കുവാൻ പരിമിതികൾ കൂടാതെ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ദാവീദിനെ പോലെ നാം ആശ്രയിച്ചാൽ നമുക്ക് സഹായം ലഭിക്കും. അതെ, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിന്റെ ദയയ്ക്കായി കാംക്ഷിക്കുന്നു. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാനിപ്പോൾ ദുഃഖത്തിലായിരിക്കുന്നു. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ദുഃഖത്തിലായിരിക്കുമ്പോൾ പലരും ഓടി ഒളിക്കുന്നത് ആത്മഹത്യയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ദാവീദിനും ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ദാവീദ് ഓടി ഒളിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അതെ, നമുക്കും ദൈവസന്നിധിയിൽ അഭയം കണ്ടെത്താം, ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം, മുന്നോട്ടുള്ള പ്രയാണത്തിനായി ശക്തി ആർജിക്കാം. ആമേൻ, ആമേൻ.
രാവിലെ തോറും നിന്ദയെയും രാത്രി തോറും നിൻ വിശ്വസ്തതയും. രാവിലെ തോറും നിന്ദയെയും രാത്രി തോറും നിൻ വിശ്വസ്തതയും. വർണ്ണിച്ചാലും മതി വരില്ല, അത്ഭുതം അത്ഭുതമേ. വർണ്ണിച്ചാലും മതി വരില്ല, അത്ഭുതം അത്ഭുതമേ. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. ജീവന്റെ വഴിയെന്നെ കാണിച്ചവൻ ജീവിതകാലം നടത്തിടുമേ. ജീവന്റെ വഴിയെന്നെ കാണിച്ചവൻ ജീവിതകാലം നടത്തിടുമേ. ദയയും കരുണയും അണിയിച്ചെന്നെ പരിചയന്നവൻ മറച്ചിടുമേ. ദയയും കരുണയും അണിയിച്ചെന്നെ പരിചയന്നവൻ മറച്ചിടുമേ. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. മനമേ വാഴ്ത്തിടാം, മനമേ ആർത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവ